അൽഹംദുലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഷ്ഹദു അന്ന ഹബീബനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീന വഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ വഹബീബ് റബ്ബിൽ ആലമീൻ ബല്ലഗ റിസാലത വഅദ്ദൽ അമാനത വനസഹൽ ഉമ്മ തറത്തുക്കും അലൽ മഹിജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസിഹു അൻഹാ ഇല്ലാ ഹാലിക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ മജ്‌ലിസിൽ നാം ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ സീറത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. ലോകത്ത് ഒരു നേതാവിൻ്റെയും മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ഭൗതിക മേഖലയിലും ഒരു നേതാവിൻ്റെയും ചരിത്രം ഇത്രത്തോളം വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് കാഫത്തൽ ലിന്നാസ് എന്നാണ്, മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. പ്രപഞ്ച വ്യവസ്ഥക്കുള്ളിൽ തന്നെ ജീവിക്കുന്ന ജിന്നുകൾക്കും ഉൾപ്പെടെയുള്ള ഒരു ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചരിത്രം അത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കാരണം ഇസ്ലാം എന്താണ് എന്ന് നാം അറിയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അത് എത്തിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്ന് നമ്മൾ വ്യക്തമായി പഠിക്കുക വേണം. 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ ആയത്ത്. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ആ റസൂൽ കൊണ്ടുവന്ന ആ പ്രകാശത്തെ ആരാണോ പിൻപറ്റുന്നത് അവരാണ് വിജയിച്ചവർ എന്ന് വ്യക്തമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേട്ടോളൂ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു. അതുകൊണ്ട് ഫല്ലദീന ആമനൂ ബിഹി, ആരാണോ ഈ കൊണ്ടുവന്ന ഈ മാർഗത്തെ പൂർണ്ണമായും വിശ്വസിക്കുകയും അതേപോലെ തന്നെ വഅസ്സറൂഹു വനസറൂഹു, ആ മാർഗത്തെ പിന്തുടരുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ ആ മാർഗം വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും എന്ത് ചെയ്യണം, ആ മാർഗത്തെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ. വത്തബഅ അന്നൂർ അല്ലദീ ഉൻസില മഅഹു, ആ റസൂലുള്ളാഹിക്ക് ഇറക്കിയ ആ മാർഗത്തെ, ആ വെളിച്ചത്തെ ആരാണോ പിന്തുടരുകയും ചെയ്യുന്നത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിച്ച ആളുകൾ. അപ്പം 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ നബി, ഈ റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും പിന്തുടരണം. അത് പിന്തുടരണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അറിവ് വേണം. അറിവില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എനിക്ക് ഉപകാരപ്രദമായ അറിവ് നീ നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. റബ്ബ് സിദ്നി ഇൽമ, ഉപകാരപ്രദമായ അറിവിനെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അപ്പം അറിവ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ആ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സീറയുടെ പ്രാധാന്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. സീറ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ
പിന്നിട്ട പാത, ആ പാതയെ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. കുൽ സീറൂഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം, പിന്തുടരണം, അപ്പോഴാണത് എത്തിപ്പെടുക. അതാണ് സീറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജോലിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ അതിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ പൂർണ്ണമായ കണ്ടൻറ്റ്, അത് നമുക്ക് എന്താണ് എന്ന് പഠിപ്പിച്ചല്ല ആരാണ്? അതിൻ്റെ ബോസാണ്. നമ്മളൊരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ആ ജോലിക്ക് എങ്ങനെ ആ ജോലി ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവുകൾ, അത് നമുക്ക് ആരാ പഠിപ്പിച്ചു തരിക? ആ ജോബുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബോസാണ് നമുക്കത് പഠിപ്പിച്ചു തരിക. ഇതുപോലെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹീനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നമുക്ക് എത്തിച്ചേരാണ്. എന്നാൽ ഒരു പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയല്ല. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ വന്ന കത്ത് നമുക്ക് തന്നാണ്ട് ആണ് പോവും. അത് പൊട്ടിച്ച് വായിച്ച് നമ്മൾ കേൾപ്പിച്ച് ആരെ എഴുതിയതെന്ന് പറഞ്ഞു അതിൻ്റെ ഓരോ വാക്കും അതിൻ്റെ ആശയവും ഒക്കെ പറഞ്ഞു തരുമോ? ഇല്ല. പോസ്റ്റ്മാൻ ചിലർ പറയും റസൂലുള്ളാഹി ഒരു പോസ്റ്റ്മാനാണ്. അല്ല, പോസ്റ്റ്മാനല്ല. പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയാണ് എന്താ? കത്ത് ഇവിടെ കൊണ്ടുവരിക, തരിക, പോവുക, അല്ലേ? ഇനി വല്ല കൊറിയറാണെങ്കിൽ ഒപ്പിട്ടാണ്ട് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നതിനൊരു സാക്ഷി അവിടെ എഴുതി കൊടുത്താൽ ശമ്പളം വാങ്ങണവൻ. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണി. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കൾ നാം എന്ത് ചെയ്തിട്ടില്ല? നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല. എന്തിനല്ലാതെ? ഷാഹിദൻ, ജനങ്ങൾക്കൊരു സാക്ഷിയായിട്ട്, ഷാഹിദായിട്ട്. മുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബഷറ യുബശ്ശിർ, മുബശ്ശിറൻ എന്ന് എന്താണ്? സന്തോഷ വാർത്ത. എന്തിനെക്കുറിച്ച് സന്തോഷ വാർത്ത? മരണത്തിന് ശേഷം ശാശ്വതമായ ഒരു സ്വർഗീയ ജീവിതമുണ്ട്. ഇവിടെ നാം അനുഭവിക്കുന്ന ഏതൊരു ചെറുതും വലുതുമായ പ്രയാസങ്ങൾക്ക്, ഏതൊരു വേദനകൾക്കും, എന്തിനേറെ നമ്മുടെ കാലിൽ ഒരു കുത്തുന്ന മുള്ള് അല്ലെങ്കിൽ ഒരു ചെറിയ കുഴിനകം പഴുത്താൽ, അല്ലെങ്കിൽ നഖം വെട്ടുമെന്ന് കയറി ഒരു അല്പം ചെറിയ ചോര വന്നാൽ പോലും ആ സഹിക്കുന്നതിന് നാം റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ എന്തുണ്ട്? നമുക്കതിന് പ്രതിഫലമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് വനദീറൻ. അതോടൊപ്പം തന്നെ എന്താണ്? താക്കീതുകാരൻ. നദീർ എന്നാണ് താക്കീതുകാരൻ. കത്തിജ്വലിക്കുന്ന ഭയാനകരമായ നരകാഗ്നിയുണ്ട്, മരണമുണ്ട്, ഖബറുണ്ട്, ബർസഖിലെ ശിക്ഷകളുണ്ട്, നരകാഗ്നിയുണ്ട്. ഇതെല്ലാം താക്കീത് നൽകുന്ന, അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകർക്ക് സാക്ഷിയായി നിയോഗിച്ച ആളാണ് ആര്? നബിയെ താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾ ആരാണ്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഹി പ്രകാരം ദീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദാഇയാണ്. ദാഇയാണ് എന്താ? നമ്മൾ പറയില്ല ആൾ ദാഇയാണ്, ഒരു ദാഇയാണ്. അപ്പോൾ ദാഇ എന്നാൽ ദഅവത്ത് നിർവഹിക്കുന്നവനാണ്, പ്രബോധകൻ എന്നാണ്, ദാഇയാണ്. അതോടൊപ്പം തന്നെ വസിറാജൻ മുനീറ, താങ്കൾ എന്താണ്? ഒരു ജ്വലിച്ചു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന വിളക്ക് മാടമാണ്. മുനീർ, സിറാജ് എന്താ? സിറാജ് എന്ന വിളക്ക് എന്നാണ്, അല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ കാര്യം കൂടെ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഷിയാക്കളും സൂഫികളും ത്വരീഖത്തുകാരും അവരൊക്കെ പഠിപ്പിച്ച ഈ അന്ധവിശ്വാസം സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരും 10,000-കണക്കിന് അനുയായികളൊക്കെ വിശ്വസിക്കുന്ന ഒരു അബദ്ധവിശ്വാസം ഉണ്ട് ഇതിൽ. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജൻ മുനീറാണെന്ന് ഖുർആൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ട്യൂബ് പോലെ അല്ലെങ്കിൽ പെട്രോൾ മാക്സ് പോലെ ഒരു ലൈറ്റ് ആണെന്നാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാൽ എന്താണ്? സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് എന്താ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു ബഷറാണ്. പക്ഷെ എന്താണ്? സാധാരണ മനുഷ്യരല്ല, സാധാരണ മനുഷ്യരാണ്. വഹയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണ്ണാൽ പടക്കപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതിയിൽപ്പെട്ടതാണ്. അല്ലാതെ പ്രകാശം കൊണ്ട് പടച്ച മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, തീ കൊണ്ട് പടച്ച ജിന്നു വർഗത്തിൽപ്പെട്ടതുമല്ല. അപ്പോൾ അത് റസൂലുള്ളാഹി. പക്ഷെ അവിടെ സിറാജൻ മുനീറ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ഇസ്ലാമാകുന്ന വെളിച്ചം കാണിച്ചു കൊടുക്കുക. അപ്പോൾ സിറാജൻ മുനീറ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം
വാർത്തെടുക്കാനുള്ള ഒരു അച്ചാണ് ആര്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭംഗിയുള്ളത് അത് ഏതാളും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ അത്രത്തോളം ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തിൻ്റെ അച്ചാണ് ആര്? മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെയായി 50-ൽ പരം വചനങ്ങളിലൂടെ ആ ജീവിതം പിന്തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോടൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? പിന്തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആതാകുമുർ റസൂല ഫഖുദൂഹു വനഹാകും അൻ ഫന്തഹു. ആ റസൂൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിച്ചോളി, അവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിക്കോളി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനവധി ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിൻപറ്റുക എന്നുള്ളത് അത് എക്കാലത്തും മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തിൽപ്പെട്ടാണ്. അനുകരണ ഭ്രമം. നമ്മളെ മക്കൾ ആധുനിക കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ഇന്ന് ഒരുതരം അനുകരണ ഭ്രമത്തിൻ്റെ പിന്നാലെയാണ്. സിനിമാ നടന്മാർ, അതുപോലെ പിന്നെ ഈ പറഞ്ഞ ഹോളിവുഡ് നടന്മാർ, അതുപോലെ സിംഗേഴ്സ്, സംഗീതം, ഇത് അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഈ ടെന്നീസ്, അങ്ങനെ പല മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിനേറെ യൂട്യൂബേഴ്സിനെ വരെ പിൻപറ്റുന്ന ആൾക്കാരാണ് ഇന്ന് ആര്? വ്ളോഗർമാരെ പിൻപറ്റുന്ന ആളുകളാണ്. ഓല ഭക്ഷണം, ഓല വേഷം, ഓല വിധാനങ്ങൾ, ഓർക്ക് പള്ളിയിലുണ്ടായാൽ അത് ടെസ്റ്റ് ചെയ്യുന്ന ആ പ്രകടന ടെസ്റ്റിൻ്റെ സ്ലിപ്പ് വരെ, അതിൽ 1 വരെയാണോ 2 വരെയാണോ പോസ് ചെയ്ത് സൂക്ഷ്മമാക്കി നോക്കി അത് ഫോൺ വിളിച്ച് പറയുക, അത് ചർച്ച ചെയ്യുക. ഓർക്ക് എത്ര മക്കളുണ്ട്, ഓല എവിടെ പോയത്, ഓരോ ഹോങ്കോങ്ങിലാണോ മറ്റൊടത്താണോ, ഇങ്ങനെ പന്നിപ്പേറ് പോലെ ഒരുപാട് യൂട്യൂബിൽ എന്തുണ്ട്, യൂട്യൂബേഴ്സുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ആളുകൾ ഇന്ന്. അതിൽ ആ ശൈത്താനീയത്തിൻ്റെ വലയിൽ നാം അടങ്ങുന്ന എല്ലാവരും പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ അകപ്പെട്ടു പോവാണ്. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം വലിയ ഒരു വല്ലാത്ത അവസ്ഥയാണത്. വിശുദ്ധ ഖുർആനിൽ പിന്നെ പിശാചിൻ്റെ ഇബ്ലീസ് അല്ലാഹു തആലയുമായി വാഗ്വാദം നടത്തിയിട്ട് അല്ലെങ്കിൽ തർക്കിച്ചിട്ട് അവിടെ പോരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അധികം ആളുകളെ എന്തായാലും ഞാൻ നിനക്ക് പിൻപറ്റുന്നവരായി പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, വിടൂല എന്നാണ്. എനിക്ക് കാണാൻ പറ്റില്ല. നിനക്ക് നന്ദി കാണിക്കുന്ന ഭൂരിപക്ഷത്തെ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് വലഖദ് ദറഅനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. ഭൂരിപക്ഷം ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നാം നരകത്തെ നിറക്കും. കണ്ടോ? അപ്പോൾ ഭൂരിപക്ഷം മനുഷ്യരും ജിന്നുകളും നരകത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറിലെ വിചാരണയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു എന്ത്, 1000 ആളുകളെ അള്ളാഹു ഹിസാബ് നടത്തുമ്പോൾ 999 എവിടേക്കാണ്? നരകാഗ്നിയിലേക്കാണ്. ഒരാളാണ് സ്വർഗത്തിലേക്കുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അനുകരണം, അത് ഈ ഭൂമിയുടെ പുറന്തോലിൽ കാണുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ സംരംഭങ്ങളെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനുകരിക്കേണ്ടത്. വേഷവിധാനമായാലും ഇടപാടുകളായാലും സംസ്കാരങ്ങളായാലും അതേപോലെ തന്നെ നമ്മുടെയുള്ള ജീവിതത്തിൻ്റെ സകല ആപാദചൂട മേഖലകളെയും നാം പിൻപറ്റേണ്ടത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തുണ്ട്? ഉത്തമ മാതൃകയുണ്ട്. അതാണ് ഉസ്വത്തുൻ ഹസന. ആർക്കാണുള്ളത്? ലിമൻ കാന യർജുല്ലാ. അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ബോധിക്കപ്പെടുന്നവർക്ക് മതി, അല്ലാത്തവർക്കില്ല. അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കേ അതുള്ളൂ. അതേപോലെ വദക്കറല്ലാഹ്, അള്ളാഹനെ ധാരാളം സ്മരിക്കുന്നവർക്ക്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ആഖിറത്തെ ബോധ്യപ്പെട്ട് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹനെ പിന്നെ ഓർക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ഉപകാരപ്പെടുക. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോൾ മോഡലിൻ്റെ പിന്നിൽ ആരാകണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ റോൾ മോഡൽ. അല്ലാതെ ഏതെങ്കിലും ദുനിയാവിലെ സാംസ്കാരിക നായകനോ ഏതെങ്കിലും വല്ല തോന്നിയാസിയായ പണ്ഡിതന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ സിനിമാ നടന്മാരോ പാട്ടുകാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. അതുകൊണ്ട് ഏറ്റവും നല്ല പെർഫെക്റ്റ് റോൾ മോഡൽ അത് റസൂലാണ് എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് വേണം. ഏത് സാഹചര്യത്തിലും ഏത് നാട്ടിലും ഏത് കാലഘട്ടത്തിലും എവിടെ പോയി ജീവിച്ചാലും പിൻപറ്റാൻ പറ്റുന്ന ഒരു ബയോഡാറ്റയാണ് ആരുത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതിനെ അവഗണിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? കാഫത്തൽ ലിന്നാസ് ബഷീറൻ വ നദീറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിത്വം വേറെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തീർച്ചയാണ്.
എന്തുകൊണ്ട് സീറത്തുൻ നബി നമ്മൾ പഠിക്കണം എന്നതിന് നമ്മളത് പറയാനുള്ള കാരണം ഉണ്ട്. അത് നമ്മളൊന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് സീറത്തു നബി അഥവാ റസൂലിൻ്റെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം നമുക്ക് സ്വർഗപ്രവേശനവും നരകമോചനം കിട്ടിയ എന്ത് വേണം? ഈ സീറത്തു നബി പഠിച്ചേ മതിയാവും. മാത്രമല്ല, നാം പഠിക്കുന്തോറും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വർദ്ധിക്കും. പഠിക്കുന്തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസായ സ്വഹാബത്തിനോടുള്ള സ്നേഹം വർദ്ധിക്കും. അതാണ് അതിനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ആ വർധനവ് കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും? നമ്മൾ റസൂലിനെ പിൻപറ്റും ചെയ്യും. അവിടെയാണ് അതിൻ്റെ സുഖം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ ലിസുന്നത്തി, ആരാണോ എന്നെ സ്നേഹിക്കുന്നത്. അതാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരാരാ? മൻ അഹബ്ബ ലിസുന്നത്തി ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിക്കുന്നവെന്ന് പറഞ്ഞാൽ എൻ്റെ ചര്യ പിൻപറ്റുവാനാണ്. വഖദ് അഹബ്ബനി, അങ്ങനെ എന്നെ സ്നേഹിച്ചാൽ കാന മഅീ ഫിൽ ജന്ന, ഞാൻ അവൻ്റെ കൂടെ സ്വർഗത്തിലാണ്. അല്ലെ, എൻ്റെ കൂടെ അവൻ ആരാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിഊനി, നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ പിൻപറ്റൂ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റൂ എങ്കിൽ യുഹിബ്ബുക്കും അല്ലാഹു എന്ത് ചെയ്യും? നിങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല ഹത്താ, ഏതുവരെ? അഹബ്ബ ഇലൈക്കും മിമ്മാ സിവാ, അല്ലെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹവാഉ തബല്ലിമാ ജഅതു ബി, നിങ്ങളെ ദേഹേച്ഛയും നിങ്ങളെല്ലാം നിങ്ങളെ ശരീരത്തെക്കാൾ, വാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, സമ്പത്ത്, ഭാര്യ, മക്കൾ, കുട്ടികൾ, ദുനിയാവ് എല്ലാത്തിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകണം. അപ്പോൾ ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഇനി വരാൻ പോകുന്ന റബീഉൽ അവ്വലാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷങ്ങളുള്ളതാണ്. ബിരിയാണി വെച്ച്, അല്ലേ, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, മുട്ടായി ഉണ്ടാക്കി, ഗിൽച്ചൊട്ടിച്ച്, ദഫ് മുട്ടി, പ്രകടനം വിളിച്ച്, റോഡ് ബ്ലോക്ക് ചെയ്ത്, അതുപോലെ മൗലിദ് ചൊല്ലി, മദ്ഹ് എന്നും പറഞ്ഞ് കുറേ ഷിർക്കിൻ്റെ ഗദ്യപദങ്ങൾ ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാനോളം പുകഴ്ത്തി ആ അമലുകൾ മുഴുവനും എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്നാണ്. എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്താണ്. ളലാലത്ത് മുഴുവൻ നരകത്തിലാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതും പിൻപറ്റിയതുമായ എത്രയോ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രൂപത്തിൽ നമ്മൾ പിൻപറ്റണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാരവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, എത്ര ഭാര്യമാർ, എത്ര മക്കൾ, ഏതാണ് തറവാട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അല്ലേ? നമ്മളിന്ന് ഏതെങ്കിലുമൊക്കെ നമ്മളിഷ്ടപ്പെടുന്ന സിനിമാ നടൻ്റെത്, അതേപോലെ ബ്ലോഗർ, ഇതൊക്കെ എല്ലാം നമുക്കറിയാം. ഓനക്ക് എത്ര മക്കളുണ്ട്, ഓൻ എത്ര പെണ്ണെട്ടിയാണ്, ഓൻ ഇപ്പോൾ എവിടെ ഉള്ളത്, ഇതൊക്കെ ആർക്കറിയാം? എല്ലാവരും മറഡോണൻ്റെ, നെയ്മറിൻ്റെത്, ഇതേപോലെ തന്നെ കുറേ എല്ലാ മേഖലയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മക്കൾക്ക് അറിയാം. നമുക്ക് ആർക്കെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട് ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര പേരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ അതേപോലെ യുവത്വം എന്താണ്, ബാല്യം എന്താണ്, അനാഥത്വം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ആർക്കും അറിയാം? ആർക്കും അറിയില്ല. അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാം പഠിക്കേണ്ടതുണ്ട്, അല്ലേ? അത് പഠിക്കാതെ നമ്മൾ റസൂലുള്ളാഹിൻ്റെ ആളാണ്, നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സഹാബത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് കവി ചോദിച്ചത്, അതർലാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ അൻത ബിഗൈരി സാദി. ഞാനും എന്താണ് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട നബിയുടെ സഹാബത്തിനെ ഇഷ്ടപ്പെട്ട റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു സഹാബത്തിനെ പറ്റി അല്ല പറഞ്ഞ ആ ആളുകളുടെ കൂടെ ഞാനും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. പക്ഷെ കവി ചോദിക്കാൻ, ലഹും സാദുൻ, അവരുടെ കയ്യിൽ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് നബിയുടെ ജീവിതത്തെ പകർത്തിയ ഒരുപാട് അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കാണ്ട്. അൻത ബിഗൈരി സാദിൻ, ആ റസൂലുള്ളാഹിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കണേ, സ്വഹാബത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കണേ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ എന്താ? ഒന്നുമില്ല, അല്ലേ? എന്താണ് തഅസർ റസൂല വ അൻത തുളിഹിറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസ് ബദീഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. തഅസിർ റസൂൽ, നീ റസൂലുള്ളാഹിനെ
ചര്യക്ക് എതിര് നിൽക്കുന്നു. നബി പഠിപ്പിച്ചൊന്നും എൻ്റെ അടുത്തില്ല. എന്നിട്ടും എന്ത് പറയുകയാണ് നീ തഹസിർ റസൂല അൻത തുലിഹിറ ഹുബ്ബഹു, എനിക്ക് ഏറ്റവും പ്രിയ ആരോടാണ്? റസൂലുള്ളാഹിനോടാണ് നീ പറയുന്നു. നബിൻ്റെ ചര്യയൊന്നും എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ മുഖത്തുമില്ല, വേഷത്തിലുമില്ല, ഇടപാടില്ല, ഒന്നിനും നിന്നെ ഇല്ല. എന്നാൽ റസൂലിനോടാണ് ഏറ്റവും വലിയ പ്രിയം എന്ന് നീ പറയുന്നു. ഹാദാല അംരി ഫിൽ ഖിയാസി ബദിഉ, നിന്റെ ഈ ഖിയാസിൽ കവി പറയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ താരതമ്യത്തിൽ അത്ഭുതപ്പെടുക, കാരണം ഇത് വൈരുദ്ധ്യമാണ്. നബിൻ്റെ ഒരു സുന്നത്തും ജീവിതത്തിലില്ല, എന്നാൽ ഏറ്റവും വലിയ പ്രിയം എനിക്ക് നബിയാന്ന് പറയും ചെയ്യാം. ഇത് വൈരുദ്ധ്യമാണ്. ലൗ കാന ഹുബ്ബുക, നിന്റെ സ്നേഹം സ്വാദിക്കൻ സത്യസന്ധമായിരുന്നെങ്കിൽ ലഅതഅതഹു, നീ ആരെ പിൻപറ്റും? റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റും. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബ മുതീഉ, ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പിൻപറ്റുക എന്നർത്ഥം അല്ലേ? നിങ്ങളെ എൻ്റെ ഉപ്പാനോട് എൻ്റെ വാപ്പാനോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ വാപ്പാനനുസരിച്ച് വാപ്പാക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ആ കുടുംബത്തിന് നിലനിൽക്കുക, സമൂഹത്തിൽ നിലനിൽക്കുക, ജീവിക്കുന്ന നല്ലൊരു മകനാകാനാണല്ലോ അല്ലേ? പക്ഷെ ഇന്നത്തെ പ്രവാചക സ്നേഹം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ സ്നേഹത്തിൻ്റെ കോലം എന്താണ്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം നമുക്ക്. ഞങ്ങൾ റബീഉൽ വരാൻ പോണത്. ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ ആ ബിദഅത്തൊന്നും അനാചാരത്തൊന്നും ആ നബിദിന ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്ന് റസൂലുള്ളാഹിനെ സുന്നത്തിലൂടെ സ്നേഹിക്കുന്നതിലേക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഖൈറാണ്. അതിനുവേണ്ടി പറയുകയാണെന്ന്, ഒരു നാട്ടിൽ ഒരു രണ്ട് മക്കൾ, നല്ല പണമുള്ള രണ്ട് മക്കൾ ജീവിക്കുന്നുണ്ട്. അതിൽ ഒരു മകന് വാപ്പാൻ്റെ ജീവിതം പിൻപറ്റി, വാപ്പാൻ്റെ എല്ലാ നല്ല സംസ്കാരങ്ങളെയും പിൻപറ്റി, ആ വാപ്പാനെ നന്നായി അനുസരിച്ച് വാപ്പ മരിച്ചതിന് ശേഷം വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, ഖബർ സന്ദർശിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ വാപ്പ ഏൽപ്പിച്ച വസിയത്തുകളും അമാനത്തുകളൊക്കെ പാലിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ആ മകനെ കാണുമ്പോൾ വാപ്പാൻ്റെ മധുര ആളുകൾ പറയുന്ന ഒരു മകനായി ജീവിച്ചു. അതാ ആ മോനാണ് പോകുമ്പോൾ കണ്ടില്ലേ, നമ്മളാ അജയര മോന, മറ്റേ ആ മാഷ മോന, അല്ലെ മറ്റേ ബെന്ന മോന, എന്താണ് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെന്ന് ഇവിടെ, അങ്ങനത്തെ ചെക്കന്മാരിൽ നിന്നിവിടെ എന്ന് ആ നാട്ടുകാർ ചോദിക്കുന്ന രൂപത്തിൽ നടക്കുന്ന ഒരു മോനാണ്. എന്നാൽ വേറൊരു മകനുണ്ട്, ഓൻ്റെ വാപ്പാനെ സ്നേഹിക്കണ എങ്ങനെ? ഓൻ കള്ളുടിക്കുന്നുണ്ട്, സിനിമക്ക് കൊണ്ട് നിസ്കരിക്കലില്ല, വേഷവിധാനത്തിൽ ഇടപാടിലൊന്നും യാതൊരു നന്മയും വന്ന ജീവിതത്തില്ല. പക്ഷെ വാപ്പാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യും? വമ്പം പന്തലൊക്കെ കെട്ടി 10,000 കണക്കിന് ആൾക്കാരെ വിളിച്ച് ഫുൾ ഫുഡാണ് കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഓനെ ഇഷ്ടപ്പെടുന്ന ഓൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഏറ്റവും റോട്ടുമൊക്കെ ഇറങ്ങും. എന്നിട്ട് ഫുൾ ബ്ലോക്കാക്കും, റോഡ് ബ്ലോക്കാക്കിയിട്ട് പ്രകടനം, ഇൻ്റെ വാപ്പ സിന്ദാബാദ്, സ്നേഹപ്രകടനം സിന്ദാബാദ്, വാപ്പാനുള്ള സ്നേഹം പ്രകടിപ്പിച്ചാണ് റോഡൊക്കെ ബ്ലോക്കാക്കും. നല്ല ഭക്ഷണം കൊടുക്കും. പക്ഷെ ജീവിതത്തിൽ വാപ്പാനെ പിൻപറ്റിയ, വാപ്പാനെ പേര് പ്രശസ്തി ഒന്നും ഇതാക്കില്ല, വാപ്പാക്ക് ഫുൾ ചീത്തപ്പേര്. ഓനതിനെ പോണേ കണ്ടാൽ പറയാം ആ മുക്കുണ്ടല്ലോ, ആ നല്ല മനുഷ്യനുണ്ടായി, എങ്ങനെ ഈ കുറ്റം കെട്ട മോണ്ടായി എന്ന് പറയണ. പക്ഷെ ഓനക്ക് എന്താ ഉള്ളത്? ഓന് ഡേറ്റ് ഓഫ് ബർത്തിന് ബിരിയാണി കൊടുക്കും, ആൾക്കാരെ വിളിച്ചും പ്രകടനം നടത്തും. ഇത് ആർക്കാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത് വാപ്പാനോട്? ആദ്യം പറഞ്ഞ കുട്ടിക്കാണോ രണ്ടാമത് പറഞ്ഞ കുട്ടിക്കാണോ? ഏത് പറഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനാണ് ആദ്യം പറഞ്ഞ കുട്ടിയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന നമ്മുടെ സമസ്തക്കാരെ കോലം അല്ലേ? 365 ദിവസത്തിൽ ഓൻ സുബഹിസ്കരിക്കാൻ പള്ളിക്ക് പോലെ കാണൂല. പക്ഷേ റബീഉൽ അവ്വൽ 12-ന് 3:30 മണിക്കൂർ പെടുന്ന് പാട്ടിലൊക്കെ ചാട്ടാക്കി ഓൻ പായും. എവിടേക്ക്? മൗലിദ്. പള്ളിയിലെത്തി ഓ അവിടെ നിന്ന് ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, മൗലിദ് ചൊല്ലി, ആ ഇറച്ചി പൊറാട്ടി തിന്ന് സുബഹിസ്കരിച്ചിട്ട് പോരും. എന്നിട്ട് പിന്നെ പുതിയ കുപ്പായൊക്കെ ഇട്ട് പോയി റോഡ് ബ്ലോക്കാക്കി ഫ്രൂട്ട്സ് സലാഡും കുടിച്ച് 4 സ്വലാത്ത് ആകാശത്തേക്ക് എറിഞ്ഞ് കഴിഞ്ഞ്. പിന്നെ അടുത്ത കൊല്ലം റബീഉൽ അവ്വൽ നോക്കിയാൽ മതി. ഇപ്പം സ്വർഗത്ത് പോകുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മൂല്യന്മാർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. വഹാബികളെ പോലെ കുറേ നിസ്കരിച്ചിട്ട് കാര്യമില്ല, കുറേ നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, കുറേ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, കുറേ നിര്യാൻ്റെ മേലെ പാൻറ് കയറ്റി വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാത്തവർ സ്വർഗത്തിലല്ലോ. അപ്പോൾ കേട്ടത് ഒന്നെന്താ? വിചാരിക്ക് നിസ്കാരം സുന്നത്ത് ഇസ്ലാമുള്ള റബീനെ പേര് കേട്ടാൽ അപ്പോൾ ഒരു പാനി വെച്ചിലാവുന്ന. യഥാർത്ഥ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ എന്താണ്? സുന്നത്തിലൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീറത്തുൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് പഠിക്കുന്നതിലെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാൻ അല്പ സമയം കൂടെ ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമായ സുനദ് തിർമിദിയിൽ അത് പൂർത്തിയാക്കിക്കൊണ്ട് മഹാനായ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകം വളരെയധികം അത്ഭുതകരമായ വാചകമാണ്. മൻ കാന ഫി ബൈത്തിഹി ഹാദാ അൽ ജാമിഅ ഫകഅന്നമാ ഫി ബൈത്തിഹി അന്നബി യതഖായിം
നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ, അഥവാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, കുത്തുബുസിത്ത എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതുപോലെ റസൂലുള്ളാഹിന്റെ ജീവിതചര്യകൾ പകർത്തിയ ഹദീസ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അത്? ഫക അന്നമാഫി ബൈത്തിഹി ഫനബിയുക ആതിം, റസൂലുള്ളാഹിന്റെ വീട്ടിലുള്ള പോലെയാണ്. സത്യമാണ്. കാരണം എന്താ? എന്തൊരു കാര്യത്തിൽ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ തുപ്പണ സമയത്ത് എവിടേക്ക് തുപ്പണം? ഇടത് ഭാഗത്തേക്ക് തുപ്പണം. ഇതുവരെ ഉണ്ട്. എല്ലാ മേഖലയിലേക്കും എന്താണ്? അതാണ് ഞാൻ ആമുഖത്തിൽ ഹംദു സലാത്ത് ചൊല്ലിയപ്പോൾ പറഞ്ഞൊരു ഹദീസിൻ്റെ ഭാഗം. തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചു പോയിട്ടുള്ളത് വെളുത്ത ഒരു പാതയാണ്, തെളിഞ്ഞ ഒരു റൂട്ടാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാവ് പകലിനെ പോലെ തന്നെ എന്താണ്? പ്രകാശമാണ്, പൂരിതമാണ്, പ്രശോഭിതമാണ്. ലാ യസിഹു അൻഹാ ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ അതിൽ നിന്നൊരിക്കലും പുറത്തു പോവുകയില്ല. അപ്പോൾ എട്ടാമത്തെ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നബി നമ്മുടെ പെരിയിൽ ഉള്ളതുപോലെയാണ്. ഒമ്പതാമത്തെ കാര്യം, പ്രവാചക ജീവിതം എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമ്മൾ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കും. അതാണ് എൻ്റെ സുഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താരീഖ്, നബിയുടെ സീറ നമ്മൾ പഠിക്കും തോറും ഖുർആനുമായി ബന്ധം കൂടും. ഖുർആൻ നമ്മൾ എത്രത്തോളം ഓതുന്നോ അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് രണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുമ്പും കാന്തമായി ഒട്ടിക്കും അത്. അപ്പോൾ അത് ഒന്നൊന്നിന് സപ്പോർട്ടാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും? സ്വഹാബത്തിൻ്റെ ജീവിതം പഠിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഹദീസ് ഖുർആനിലേക്കും നമ്മൾ എന്ത് ചെയ്യും? പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ? ഖാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ജീവിച്ചിരിക്കുന്നത് ഖുർആനാണ്. അവൻ എന്ത് വേണം? ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കളെ നാം ഒരു ഉത്തമ മഹത്തായ ഒരു സ്വഭാവത്തിന് ഉടമയാക്കിയിരിക്കുന്ന റസൂലെ എന്നാണ്. അപ്പോൾ 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെയുള്ള 23 വർഷക്കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും വെളിച്ചം നൽകുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പഠിക്കണം. ഖുർആൻ മാറ്റി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കുക എന്നത് ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, നബിൻ്റെ സുന്നത്തും പഠിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ മാത്രമേ വായിയുള്ളൂ, അത് മതി. നമ്മളാൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ ഖുർആൻ സൊസൈറ്റീൻ്റെ ആൾക്കാർ അല്ലേ, അങ്ങനെയല്ല. ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആ കമ്പനിയുടെ ഇൻസ്ട്രക്ടറാണല്ലേ പറയേണ്ടത്, അല്ലേ? ആ ഇൻസ്ട്രക്ടർ ആരാ? റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, ആ റസൂലിനെ കൊണ്ടുവന്നതിനെ പിൻപറ്റണം എന്ന് വ്യക്തമായി തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇസ്ലാമിനെയും ഖുർആനിനെയും പഠിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു ഇൻസ്ട്രക്ടറാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് 10-ാമത്തെ കാര്യം കൂടെ പറയുകയാണെന്ത്? നമ്മുടെ ജീവിതം നാം പകർത്തേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ഭർത്താവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു വാപ്പയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു വല്യാപ്പയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു മൂത്താപ്പയാണ്, എളാപ്പയാണ്, അല്ലേ, അമ്മാവനാണ്. ഏത് റോള് നോക്കിയാൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് എല്ലാ റോളും കിട്ടും, ഒന്നുപോലും കിട്ടും. അത് അങ്ങനത്തെ ഒരു പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് 10 കാര്യങ്ങളാണ് ഇന്ന് സീറത്ത് നബിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പറയണം, പഠിക്കണം, പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ.